ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പൊങ്കാല മഹോത്സവ ദിവസം തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടെ ഇതിലുണ്ട്. ഉച്ചയ്ക്ക് 3:10 മുതൽ 7 മണി വരെ ദേവീ ദർശനം ഭക്തർക്ക് നൽകുന്നില്ല. 2:15 നിവേദ്യമെങ്കിലും ഈ താലപ്പൊലി 1:30 മുമ്പ് ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതു പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകണം. നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 23-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-ാം തീയതിയുമാണ് നടക്കുക. എന്തായാലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി നിരവധി സജ്ജീകരണങ്ങളാണ് തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിൽ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ഈ മാസം 23-ാം തീയതി 5:30 വൈകുന്നേരം കാപ്പുകെട്ടി കുടിയിരുത്തി ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയാണ്. അന്ന് തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് അംബാ പുരസ്കാരം ഡോക്ടർ മോഹൻലാലിന് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പൊങ്കാല മഹോത്സവ ദിവസം തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടെ ഇതിലുണ്ട്. അപ്പം ജ്യോതിഷ വിധിപ്രകാരം ഉച്ചയ്ക്ക് 3:10 മുതൽ 7 മണി വരെ ദേവീ ദർശനം ഭക്തർക്ക് നൽകാൻ കഴിയുന്നില്ല. വൈകുന്നേരം 7 മണിക്ക് നട തുറക്കുന്നതാണ്. അതിനുശേഷം 8 മണിക്ക് ചൂരൽ കുത്ത തുടങ്ങുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി ആറ്റുകാൽ അമ്മ പ്രൊസഷൻ ആരംഭിക്കുകയാണ്. ഇതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ 3 മാസമായിട്ട് ട്രസ്റ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 25-നാണ് കുത്തിയോട്ട ചടങ്ങ് ആരംഭിക്കുന്നത്. അതായത് ഞങ്ങൾക്കിപ്പോൾ 581 കുത്തിയോട്ട ബാലന്മാരെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരുടെ പല വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ പാരൻസിൻ്റെ മീറ്റിംഗ് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഞങ്ങൾ പാരൻസുമായിട്ട് സംസാരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുത്തിയോട്ടം നിൽക്കുമ്പോൾ അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും, കാരണം ഇതൊരു ചടങ്ങാണ്, നമുക്ക് ആ ചടങ്ങ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ചടങ്ങിനെക്കുറിച്ചും അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പാരൻസിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല, താലപ്പൊലി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3:10 വരെ താലപ്പൊലി നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല. കാരണം 3:10 മുമ്പേ ഞങ്ങൾക്ക് നടയടക്കുന്നതിന് മുമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെയ്ത് തീർക്കേണ്ട ചടങ്ങുകളുണ്ട്. അതുകൊണ്ട് 1:30 മുമ്പ് തന്നെ താലപ്പൊലി കുട്ടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ എല്ലാ മീഡിയയിലും, പത്രവും ദൃശ്യവും എല്ലാ മീഡിയയിലും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നിങ്ങളുടെ സഹകരണത്തോടു കൂടി കേരളം ഒട്ടുക്കും അറിയണം. കാരണം കുട്ടികൾ വന്നാൽ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. കാരണം ക്ഷേത്രം അടച്ചിരിക്കും. 2:15 നിവേദ്യമെങ്കിലും ഈ താലപ്പൊലി 1:30 മുമ്പ് ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതു പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകണം. എന്തായാലും മാർച്ച് 3-ന് രാവിലെ 9:45-നാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം നടക്കുകയും ചെയ്യും. അന്ന് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് മാർച്ച് 4-ാം തീയതി ബുധനാഴ്ച രാത്രി 12:45-ന് നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടിയാണ് പൊങ്കാല മഹോത്സവം അവസാനിക്കുക. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.